നമസ്കാരം. പ്രധാന വാർത്തകൾ. ജില്ലയിൽ മഞ്ഞപ്പിത്തം വ്യാപകമായി പടരുന്നു. ജാഗ്രത പാലിക്കാൻ നിർദ്ദേശവുമായി ആരോഗ്യ വകുപ്പ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി പഞ്ചായത്തുകൾ. നവീകരണത്തിനായി പൊളിച്ച മണ്ണാർക്കാട് നെച്ചുള്ളി ആവണക്കുന്ന് റോഡ് പ്രവൃത്തി മുടങ്ങിയിട്ട് 1 മാസം. അടിയന്തരമായി പ്രവൃത്തി പൂർത്തിയാക്കണമെന്ന് പ്രദേശവാസികൾ. അലനല്ലൂർ കോട്ടോപ്പാടം ടൗണുകൾ സൗന്ദര്യവൽക്കരിക്കുമെന്ന് എൻ ഷംസുദ്ദീൻ MLA. മലയോര ഹൈവേ നിർമ്മാണത്തിന് ശേഷം പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും MLA. കസാഖിസ്ഥാനിൽ വാഹനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥിനി മിലി മോഹന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. വീട്ടിലെ പൊതുദർശനത്തിനു ശേഷം ഐവർ മഠത്തിൽ സംസ്കരിച്ചു. വാർത്തകൾ വിശദമായി. മഞ്ഞപ്പിത്തം. കരിമ്പുഴ പഞ്ചായത്തിലും ജാഗ്രതാ നിർദ്ദേശം. വാർഡ് 13-ൽ 5 വീടുകളിലായി 12ഓളം മഞ്ഞപ്പിത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ, ജനപ്രതിനിധികൾ എന്നിവർ ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കുടിവെള്ള പരിശോധന, രക്തസാമ്പിളുകൾ പരിശോധന, ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് ജലശുദ്ധീകരണം എന്നിവ നടത്തി. ഇതിൽ ജില്ലാ ബ്ലോക്ക് ആരോഗ്യ പ്രവർത്തകരും പങ്കെടുത്തു. ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി പറഞ്ഞു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ പൊമ്പ്ര പ്രദേശത്ത് തച്ചങ്കോട് എന്നുള്ള ഭാഗത്ത് 12 മഞ്ഞപ്പിത്ത കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 1 മാസമായി അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അറിഞ്ഞ ഉടനെ തന്നെ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ പഞ്ചായത്തും ഇടപെട്ടുകൊണ്ട് ആ പ്രദേശത്തുള്ള കിണറുകളൊക്കെ സൂപ്പർ ക്ലോറിനേഷൻ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള ആളുകൾക്ക്, വീടുകളിലുള്ള ആളുകൾക്ക് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാവൂ എന്നും അതുപോലെ തന്നെ 28 ദിവസം വരെ സൂപ്പർ ക്ലോറിനേഷൻ കിണറുകൾ ചെയ്യാനും വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നീട് കേസുകളൊന്നും റിപ്പോർട്ട് വന്നിട്ടില്ല. അടിയന്തരമായിട്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ചയാൾ ഐസൊലേഷനിൽ പോകണമെന്നും രോഗപകർച്ച തടയാൻ മറ്റുള്ളവരുമായി ഇടപഴകുന്നത് ഒഴിവാക്കണമെന്നും 2 ആഴ്ച പൂർണ്ണ വിശ്രമം വേണമെന്നും വീടുകളിൽ ഉണ്ടാകുന്ന ചടങ്ങുകളിൽ ആളുകൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വരുന്നവർക്ക് ഹെൽത്ത് കാർഡ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും ഇത്തരം ചടങ്ങുകൾ നടക്കുന്ന വീടുകളിലെ കിണറുകളിൽ സൂപ്പർ ക്ലോറിനേഷൻ നടത്തണമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സുരേഷ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 13-ല് ഏകദേശം ഒരു ഡിസംബർ പകുതിയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ബ്രേക്ക് എന്നുള്ള രീതിയിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു കൊടൈക്കനാൽ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യുവാവിന് വന്നിട്ടുള്ള ഒരു ഇൻഫെക്ഷനാണത്. മഞ്ഞപ്പിത്തത്തിൻ്റെ ഇൻഫെക്ഷൻ ആ രീതിയിലാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് തൊട്ടുള്ള വീടുകളിലായിട്ട് ഒരു 5 വീടുകളിൽ ഒരു 12ഓളം കേസുകൾ അതിനോടനുബന്ധിച്ച് വരികയുണ്ടായി. എന്തായാലും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു റാപ്പിഡ് റെസ്പോൺസ് ടീം കൂടുകയും ആരോഗ്യ വിഭാഗം, പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും അതുപോലെ തന്നെ ജില്ലാ ആരോഗ്യ കേന്ദ്രവുമൊക്കെ അതിൽ വേണ്ട പ്രവർത്തനങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ നടത്തിയിട്ടുണ്ട്. ക്ലോറിനേഷൻ പോലെയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. പ്രധാനമായിട്ടും അതിൽ വെള്ളത്തിൻ്റെ സാമ്പിള് എടുത്തുകൊണ്ടുപോവുകയും IRTCയിൽ അത് പരിശോധിക്കുകയും അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ പ്രതിരോധ മാർഗങ്ങൾ എന്നുള്ള രീതിയിൽ സൂപ്പർ ക്ലോറിനേഷൻ പ്രധാനമായിട്ടും എല്ലാ ദിവസങ്ങളിലും ഈ അസുഖം വരാൻ സാധ്യതയുള്ള ആളുകൾക്ക് സൂപ്പർ ക്ലോറിനേഷൻ തുടർച്ചയായിട്ട് അവിടെ കിണറുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ രക്ത സാമ്പിളുകൾ എടുത്ത് കൂടുതൽ വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ പ്രധാനമായും RRT കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാസമായിട്ടുള്ള ഒരു ക്ലോറിനേഷൻ ക്യാമ്പയിനുകളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളൊക്കെ ആശ, അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകർ, വിവിധ ജനപ്രതിനിധികൾ എല്ലാവരുടെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. അതുപോലെ തന്നെ സ്വന്തം കിണറിലെ വെള്ളം നിർബന്ധമായും ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് അണുനശീകരണം നടത്തുക. അതുപോലെ തന്നെ മലമൂത്ര വിസർജന ശേഷം നിർബന്ധമായും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാ ആളുകളും നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. രോഗി ഉപയോഗിച്ച പാത്രങ്ങൾ മറ്റുള്ളവർ ഉപയോഗിക്കാതിരിക്കുക. പ്രത്യേകം ശൗചാലയം ഉപയോഗിക്കുക. കുടിവെള്ള സ്രോതസ്സുകൾ ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് സൂപ്പർ ക്ലോറിനേഷൻ നടത്തുക. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക. ആഘോഷങ്ങളിൽ ഭക്ഷണ വിതരണത്തിൽ ഏർപ്പെടുന്നവർ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാറി നിൽക്കുക എന്നിവ കൃത്യമായി പാലിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഖസാക്കിസ്ഥാനിൽ വാഹനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥിനിയായ മണ്ണാർക്കാട് മുണ്ടക്കണ്ണി ചുള്ളിശ്ശേരി വീട്ടിൽ മോഹന്റെ മകൾ മിലി മോഹന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് മിലിയുടെ മൃതദേഹം
ഉണ്ടക്കണ്ണിയിലെ വീട്ടിൽ എത്തിച്ചത്. പഴയ സഹപാഠികളും നാട്ടുകാരും ബന്ധുക്കളും അന്തിമോപചാരം അർപ്പിക്കാനെത്തി. കസാക്കിസ്ഥാനിൽ നിന്നും ഡൽഹിയിലെത്തിച്ച മൃതദേഹം പുലർച്ചെ 2 മണിയോടെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത്. തുടർന്ന് വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. നോർക്ക മലയാളി സമാജം, കസാക്കിസ്ഥാനിലെ മിലിയുടെ സഹപാഠികളും കോളേജ് അധികൃതരെയും നേതൃത്വത്തിലായിരുന്നു മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മെഡിക്കൽ വിദ്യാർത്ഥിയായ മിലി സഹപാഠികൾക്കൊപ്പം യാത്ര ചെയ്യവേ വാഹനാപകടത്തിൽ മരിച്ചത്. വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ഐവർ മഠത്തിൽ സംസ്കരിച്ചു. നവീകരണത്തിനായി പൊളിച്ച മണ്ണാർക്കാട് നെച്ചുള്ളി ആവണക്കുന്ന് റോഡ് പ്രവൃത്തി മുടങ്ങിയിട്ട് 1 മാസം. നാട്ടുകാർ ദുരിതത്തിൽ. അടിയന്തരമായി പ്രവൃത്തി പൂർത്തിയാക്കണമെന്ന് പ്രദേശവാസികൾ. തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നവീകരണത്തിനുള്ള തുക അനുവദിച്ചത്. സംസ്ഥാനത്തെ 3540 റോഡുകളുടെ നവീകരണത്തിന് 2024-25 വർഷത്തെ ബഡ്ജറ്റിൽ 1000 കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. ഈ തുക ഉപയോഗിച്ചാണ് നെച്ചുള്ളി അവണക്കുന്ന് റോഡ് നവീകരിക്കുന്നത്. റോഡ് നവീകരണത്തിനായി നിലവിലുള്ള ടാർ പൊളിച്ചു മാറ്റിയിട്ട് 1 മാസത്തിലേറെയായി. റോഡ് പൊളിച്ചത് കാരണം നടക്കാനും വാഹനം ഓടിക്കാനും കഴിയാത്ത സ്ഥിതിയാണ്. തകർന്ന റോഡിന്റെ പണി ആരംഭിച്ചപ്പോൾ നാട്ടുകാർ ഏറെ ആശ്വസിച്ചതാണ്. എന്നാൽ നവീകരണം നിലച്ചതോടെ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ദുരിതം കൂടി. ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവർ വീഴുന്നത് പതിവാണ്. നെച്ചുള്ളി ഹൈസ്കൂളിലേക്ക് വരുന്ന 100 കണക്കിന് കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ യാത്ര ചെയ്യുന്ന റോഡാണിത്. സമീപത്തെ മറ്റു വിദ്യാലയങ്ങളുടെ വാഹനങ്ങളും ഇതുവഴി ഓടുന്നുണ്ട്. പൊടിശല്യം കാരണം പലരും അലർജിക്കുള്ള ചികിത്സ തേടുകയാണ്. അടിയന്തരമായി റോഡ് നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ റോഡിൻ്റെ അവസ്ഥകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ചെറിയൊരു ആശ്വാസം കിട്ടി, റോഡ് പണി തുടങ്ങും എന്ന് കരുതിയപ്പോൾ നമുക്ക് ഒരു ആശ്വാസം കിട്ടും എന്ന് കരുതിയതാണ്. ഇത് നമ്മളെ നെച്ചുള്ളി ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ പരിസരത്തുള്ള റോഡാണ്. സ്കൂൾ ബസ്സും അതുപോലെ സ്കൂൾ കുട്ടികളും മറ്റു പരിസരത്തുള്ള ഒരുപാട് സ്കൂൾ ബസ്സുകളും വരുന്ന ഒരു റോഡാണ്. ഇത് ഈ കോലത്തിൽ കടക്കൽ തുടങ്ങിയിട്ട് ഏകദേശം 1 മാസത്തിൻ്റെ അടുത്തായി. പൊടിയും വണ്ടികൾക്ക് പോകാനൊരു ബുദ്ധിമുട്ട്, ആളുകൾ ബൈക്കുമെന്ന് വീഴുക, അങ്ങനെയുള്ള പ്രയാസം കൊണ്ട് ജനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. ഇനി എന്നാണ് ഈ ദുരിതത്തിൽ നിന്ന് ജനങ്ങൾക്ക് ഒരു കയറ്റം ഉണ്ടാകുന്നതൊന്നും അറിയില്ല. ഇത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതൊന്ന് കണ്ണു തുറന്നിട്ടില്ലെങ്കിൽ ജനങ്ങൾ ഭയങ്കര പ്രയാസത്തിലാണ്. കുട്ടികൾ സ്കൂൾ പോക്കും വണ്ടികളും മറ്റുമായിട്ട് പൊടിയും ആളുകൾ ഡെയിലി വീഴണ ഓരോ കാഴ്ചകൾ ഞങ്ങൾ സ്ഥിരം കാണുകയാണ്. ഇതിന് എത്രയും പെട്ടെന്ന് അധികാരികൾ ഒരു നടപടി എടുക്കണം എന്നാണ് ഞങ്ങൾ ജനങ്ങളുടെ ഒരു ആവശ്യം, ഈ നാട്ടുകാരുടെ. അലനല്ലൂർ കോട്ടോപ്പാടം ടൗണുകൾ സൗന്ദര്യവൽക്കരിക്കുമെന്ന് എൻ ഷംസുദ്ദീൻ MLA. മലയോര ഹൈവേ നിർമ്മാണത്തിന് ശേഷം പ്രവൃത്തി ആരംഭിക്കുമെന്നും MLA അലനല്ലൂരിൽ പറഞ്ഞു. ഈ അലനല്ലൂർ അങ്ങാടിയും കോട്ടോപ്പാട് അങ്ങാടിയും ഈ റോഡ് വൈഡനിങ്ങിന്റെ കൂടെ ബാക്കി ശേഷിക്കുന്ന ഭാഗമെല്ലാം കട്ട വിരിച്ച് മനോഹരമാക്കും. പിന്നെ റോഡ് പണി കഴിഞ്ഞാൽ പഞ്ചായത്തിനും MLA ഫണ്ടൊക്കെ വെച്ച് നമുക്ക് ഈ നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണത്തെക്കുറിച്ചും ആലോചിക്കാം. ആ മരം മുറിക്കണം എന്ന് പറഞ്ഞു, മുറിച്ചു. ഇനി അതിന്റെ അപ്പുറത്തൊരു കിണറുണ്ട്, ശക്തമായി മുറിക്കണമെന്ന് പറഞ്ഞ യൂസഫാണ് ആ യോഗത്തിൽ. അവർക്കത് ഞങ്ങളതിൽ പെടാത്തോണ്ട് മുറിക്കണ്ടെന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പം മുറിച്ചു. അതിനപ്പുറത്തുള്ള വെയിറ്റിംഗ് ഷെഡ് പോലുള്ള ആ കെട്ടിടവും അതിന്റെ പിറകിലുള്ള കിണറും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ശരിയാക്കി ഇവിടെ ഇപ്പൊ നമ്മൾ യോഗം ചേരുന്ന തിട്ടയും ഒക്കെ കല്ല് പതിച്ച് മനോഹരമാക്കി ഈ അങ്ങാടിക്ക് നല്ലൊരു സൗന്ദര്യവൽക്കരണം കൂടി ഈ റോഡിന്റെ പണി തീരുന്നതോടുകൂടി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ആധുനിക രീതിയിൽ നവീകരിച്ച അലനല്ലൂർ കൂമച്ചിറ റോഡ് എൻ ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ബഡ്ജറ്റിൽ 1.5 കോടി രൂപ വകയിരുത്തി BMNBC നിലവാരത്തിലാണ് പാത നവീകരിച്ചത്. അലനല്ലൂർ ചന്തപ്പടി മുതൽ കൂമച്ചിറ വരെയുള്ള 2 കിലോമീറ്റർ റോഡ് സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി 1.5 കോടി രൂപ ചിലവഴിച്ചാണ് BMNBC നിലവാരത്തിൽ നവീകരിച്ചത്. സൈഡ് കോൺക്രീറ്റും ആവശ്യമുള്ള ഇടങ്ങളിൽ ഇന്റർലോക്കും പാകിയിട്ടുണ്ട്. കൂമച്ചിറയിൽ നിന്നും തുറന്ന വാഹനത്തിൽ അലനല്ലൂരിലേക്ക് എത്തിയ MLAക്ക് വിവിധയിടങ്ങളിൽ ജനങ്ങൾ സ്വീകരണം നൽകി. അലനല്ലൂർ കൂമച്ചിറ റോഡ് പ്രവേശനയിടമായ അലനല്ലൂർ ചന്തപ്പടിയിൽ നടന്ന ചടങ്ങിൽ റോഡ് MLA ഉദ്ഘാടനം ചെയ്തു. ആസൂത്രണം ചെയ്ത് ഒരു സംസ്ഥാന സർക്കാർ ഫണ്ട് ഇവിടുത്തെ ഒരു റോട്ടിൽ എങ്ങനെ വിനിയോഗപ്പെടുത്തി എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്.
ബഡ്ജറ്റ് ഫണ്ട് സാധാരണ നമ്മളങ്ങനെ ധൈര്യം കാണിക്കാത്ത അതൊരു പുതിയ പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണം 100% നല്ല നിലയിൽ വിജയം കൈക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹബീബുള്ള അൻസാരി അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നീതു ശങ്കർ, ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ് ആലാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീനത്ത് കൊങ്ങത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഖാദർ കാട്ടുകുളം, ഇ ജംഷീല, കെ ഷിനു, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ കെ വേണുഗോപാൽ, യൂസഫ് പാക്കത്ത്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ബക്കർ, ഉസ്മാൻ പാലക്കാഴി, ഹംസ തെച്ചമ്പറ്റ, സൈനുദ്ദീൻ ആലായൻ, ഇന്നി കുളപ്പറമ്പ്, റിംഷാദ് മാളിക്കുന്ന്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷം സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിരമിക്കുന്ന അധ്യാപകൻ വി മണികണ്ഠന യാത്രയയപ്പും നൽകി. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ രാജേഷ് പതാക ഉയർത്തിയതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ, ഗുരുവന്ദനം എന്നിവ നടത്തി. 60-ലധികം മുൻകാല അധ്യാപകരെയും അനധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. മെഗാ കൈകൊട്ടിക്കളിയും അരങ്ങേറി. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ കെ പ്രേംകുമാർ MLA അധ്യക്ഷത വഹിച്ചു. മന്ത്രി വി അബ്ദുൽ റഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു. വി കെ ശ്രീകണ്ഠൻ MP, പാട്ടുകാരൻ NM ശ്രീഹരി, സ്കൂൾ മാനേജർ കെ ഉണ്ണിനാരായണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അശോക് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം AK ഷീലാദേവി, പ്രിൻസിപ്പൽ KP രാജേഷ്, പ്രധാനാധ്യാപകൻ P ശങ്കരനാരായണൻ, പഞ്ചായത്ത് അംഗം M മനോജ് കുമാർ, PTA പ്രസിഡന്റ് S അജിത് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. മണ്ണാർക്കാട് തുടിതാളം ഫോക്ക് ബാൻഡ് അവതരിപ്പിക്കുന്ന മെഗാ സ്റ്റേജ് ഷോയും നടത്തി. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കാണ് സ്വാഗത സംഘം രൂപം നൽകിയിട്ടുള്ളത്. മെഡിക്കൽ ക്യാമ്പ്, ഫുട്ബോൾ ടൂർണമെന്റ്, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, രക്ഷിതാക്കൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കുമുള്ള കലാകായിക മത്സരങ്ങൾ, പ്രദർശനം തുടങ്ങിയവ വരും മാസങ്ങളിൽ സംഘടിപ്പിക്കും. ദേശീയ അധ്യാപക പരിഷത്ത് റവന്യൂ ജില്ലാ സമ്മേളനം ചെർപ്പുളശ്ശേരിയിൽ വെച്ച് നടന്നു. ദേശീയ അധ്യാപക പരിഷത്ത് സംസ്ഥാന ഉപാധ്യക്ഷൻ R ജിഗി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. NTU ജില്ലാ പ്രസിഡന്റ് P മനോജ് അധ്യക്ഷത വഹിച്ചു. കേട്ടറ്റ് വിഷയത്തിൽ അധ്യാപക സമൂഹത്തിന്റെ ആശങ്ക അകറ്റാൻ കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ടെന്നും DA സർക്കാരിന്റെ ഔദാര്യമല്ല, ജീവനക്കാരുടെ അവകാശമാണ് എന്നും R ജിഗി അഭിപ്രായപ്പെട്ടു. തുടർന്ന് വിദ്യാഭ്യാസ സമ്മേളനവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. വിദ്യാഭ്യാസ സമ്മേളനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ M അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു. യാത്രയയപ്പ് സമ്മേളനത്തിൽ AG ശ്രീനി, PK സുരേഷ് കുമാർ, ജയരാജൻ കൊട്ടാരം തുടങ്ങിയവർക്ക് യാത്രയയപ്പ് നൽകി. രാമായണ മാസാചരണ മത്സര വിജയികൾക്കും വിവിധ നേട്ടങ്ങൾ കൈവരിച്ച അധ്യാപകർക്കും അനുമോദനം നൽകി. സംസ്ഥാന സമിതി അംഗം PS ഐശ്വര്യ, NTU ജില്ലാ ജനറൽ സെക്രട്ടറി ഗിരീഷ് ഗോപിനാഥ്, BJP സംസ്ഥാന സമിതി അംഗം KM ഹരിദാസ്, FETEO സംസ്ഥാന ട്രഷറർ CK ജയപ്രസാദ്, BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി PK ബൈജു, കേരള NGO സംഘ് ജില്ലാ പ്രസിഡന്റ് CS റോസ് ചന്ദ്രൻ, ജനറൽ കൺവീനർ TK വാസുദേവൻ, NTU ജില്ലാ വൈസ് പ്രസിഡന്റ് രാജീവ് കേരളശ്ശേരി, ജില്ലാ വൈസ് പ്രസിഡന്റ് PS അച്യുതാനന്ദൻ, സബ് ജില്ലാ സെക്രട്ടറി P ജയൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി VR അഭിലാഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് P ജയരാജ്, സെക്കൻഡറി വിഭാഗം ജില്ലാ കൺവീനർ ഡോക്ടർ VK രാജകൃഷ്ണൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി C ശ്രീജിത്ത്, ജില്ലാ ട്രഷറർ KV വേണുഗോപാലൻ, പാലക്കാട് വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സംഗീത് ചന്ദ്രൻ, P ശിവകുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. NSS മണ്ണാർക്കാട് മധ്യമേഖലാ സമ്മേളനം നടത്തി. NSS ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് P ഋഷികേശ് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ മുതലെടുപ്പിനൊപ്പം നായർ സൊസൈറ്റി ഒരു കാലത്തും നിന്നിട്ടില്ലെന്നും വിശ്വാസത്തിനൊപ്പമാണ് നായർ സൊസൈറ്റി എന്നും നിന്നിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. NSS നിലപാട് മാറ്റിയെന്ന തരത്തിൽ സമീപകാലത്ത് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. നിലവിലെ സർക്കാർ ശബരിമല വിഷയത്തിൽ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുകയും അത് തിരുത്താൻ തയ്യാറാവുകയും ജനറൽ സെക്രട്ടറിക്ക് സംസ്ഥാന സർക്കാർ ഉറപ്പും നൽകുകയും ചെയ്തതിനെ ജനറൽ സെക്രട്ടറി സ്വാഗതം ചെയ്തിരുന്നു. ഇതിനെയാണ് തെറ്റായി പ്രചരിപ്പിച്ചത്. NSS അല്ല നിലപാട് മാറ്റിയത്. NSSന്റെ നിലപാടിലേക്ക് സർക്കാർ മാറിയതിനെ സ്വാഗതം ചെയ്യുകയാണുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. യുവതീ പ്രവേശന വിഷയത്തിൽ അന്നത്തെ സർക്കാരിനെതിരെ ഭജനഘോഷയാത്ര നടത്തി ആദ്യം രംഗത്ത് വന്നത് പന്തളം NSS യൂണിയനിലെ വനിതാ സമാജത്തിലെ വനിതകളായിരുന്നുവെന്നും ഋഷികേശ് പറഞ്ഞു. ചില നടപടികൾ ആരംഭിച്ചപ്പോൾ ആദ്യമായി ഭജനഘോഷയാത്ര നടത്തി ഇതിനെതിരായി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത് പന്തളം NSS യൂണിയനിലെ വനിതാ സമാജത്തിൽപ്പെട്ട വനിതകളാണ്.
അത് ആദരണീയനായ ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ആദ്യത്തെ ചുവട് നാമജപ ഘോഷയാത്ര നടത്തിയത് പന്തളം താലൂക്ക് യൂണിയനാണ്. പിന്നീട് കേരളത്തിലുടനീളം നാമജപ യാത്രകൾ നടത്തുകയും ഈ പ്രതിഷേധം കേരളമൊട്ടാകെ കേരള മനസാക്ഷിയെ തന്നെ മാറ്റുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നീട് ആദ്യം വിമുഖത കാണിച്ചിരുന്ന പല രാഷ്ട്രീയ കക്ഷികളും ഇതിനെ ഏറ്റെടുക്കാൻ വന്നു. പക്ഷെ രാഷ്ട്രീയ മുതലെടുപ്പിന് നായർ സർവീസ് സൊസൈറ്റി ഒരിക്കലും നിന്നിട്ടില്ല. എന്നും വിശ്വാസത്തിന്റെ ഒപ്പമാണ് നായർ സർവീസ് സൊസൈറ്റി നിന്നിട്ടുള്ളത്. എന്നാൽ അടുത്ത കാലത്ത് ഇതേ ഗവൺമെന്റ് തന്നെ എന്ത് തെറ്റ് ഞങ്ങൾ ചെയ്തു, തെറ്റ് പറ്റിപ്പോയി, അത് തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുക മാത്രമല്ല അതനുസരിച്ച് പ്രവർത്തിക്കുകയും അതിനുള്ള ഉറപ്പ് ആദരണീയനായ ജനറൽ സെക്രട്ടറിക്ക് കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നല്ല കാര്യമാണ്, ഇതിനുള്ള നിങ്ങൾ നിലപാട് മാറ്റി നിങ്ങൾ ഞങ്ങളുടെ നിലപാടിലേക്ക്, നായർ സർവീസ് സൊസൈറ്റിയുടെ വിശ്വാസികളുടെ നിലപാടിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും അതിനെ നമ്മൾ സ്വാഗതം ചെയ്യും. അത് നമുക്ക് സന്തോഷം എന്നാണ് പറഞ്ഞത്. മണ്ണാർക്കാട് താലൂക്ക് യൂണിയന് കീഴിലെ 9 കരയോഗങ്ങൾ ഉൾപ്പെടുന്നതാണ് മധ്യമേഖല. 100 കണക്കിന് കരയോഗാംഗങ്ങളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കല്ലടിക്കോട് ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ മണികണ്ഠൻ തച്ചനാട്ടുകര, രജനി വടക്കില്ലത്ത്, എം രാജേഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തളിപ്പറമ്പ് NSS യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MM ഷജിത്, സ്വാഗത സംഘം ചെയർമാൻ KVC മേനോൻ, താലൂക്ക് യൂണിയൻ സെക്രട്ടറി KM രാഹുൽ, G പരമേശ്വരൻ പിള്ള, ഹരി V മേനോൻ, P ജയരാമൻ, വിജയലക്ഷ്മി, V ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. പള്ളിക്കുറുപ്പ് വനിതാ സമാജം അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരക്കളിയും അരങ്ങേറി. വെള്ളിനേഴിയിലെ കലാകാരന്മാർക്ക് അർഹിക്കുന്ന പരിഗണനയും ആനുകൂല്യങ്ങളും ലഭിക്കാതെ പോകുന്നുവെന്ന് കേരള സർവകലാശാല സംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി രാധാകൃഷ്ണൻ ആലുംകുണ്ടിൽ. കലാകാരന്മാർക്കുള്ള പെൻഷൻ ആനുകൂല്യം ലഭിക്കാൻ പോലുമുള്ള നടപടികൾ DTPCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്നും കലാകാരന്മാർക്കുള്ള സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വെള്ളിനേഴി കലാഗ്രാമത്തിൽ ഒരു 42ഓളം കലകൾ അടങ്ങിയിട്ടുള്ള നാടാണ് വെള്ളിനേഴി കലാഗ്രാമം. ഇവിടെ കഴിഞ്ഞൊരു 3 വർഷം മുമ്പ് കലാകാരന്മാരുടെ ഒരു ബയോഡാറ്റ DTPC ശേഖരിച്ചിരുന്നു. അതെന്താണ്, എന്തിനാണ് എന്നൊരു മുൻ ധാരണ അല്ലാതെയാണോ അതിനെപ്പറ്റി പഠിക്കാതെയാണോ വെറുതെ കുറേ കലാകാരന്മാരെ ദിവസങ്ങളോളം അവർ ബയോഡാറ്റ ശേഖരിച്ചുകൊണ്ട് അവരെ ഒരു കിണറിലേക്ക് ഇറക്കി ഏണിയെടുത്ത് വെച്ച പോലെയാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ഇവിടെ കലാകാരന്മാർക്ക് ഒരു 50-60 വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് ക്ഷേമ പെൻഷൻ ഉണ്ട്. അത് DTPC അറിയാതെയാണോ അതോ ബന്ധപ്പെട്ട അധികാരികളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയാണോ എന്നാണ് ഞങ്ങൾക്കറിയില്ല. കാരണം ഇന്ന് ഗവൺമെൻറ് 4000 രൂപ കലാകാരന്മാർക്ക് ക്ഷേമ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ക്ഷേമ പെൻഷൻ വാങ്ങേണ്ട കലാകാരന്മാർ അവരിപ്പോൾ വാർദ്ധക്യ പെൻഷനാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനവന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഈ പാവപ്പെട്ട ആളുകൾക്ക്, കലാകാരന്മാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. അത് ചില ആളുകളുടെ അത് കിട്ടാതെ ഇരിക്കാൻ വേണ്ടി എന്തൊക്കെ നോക്കാമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഈ കാര്യത്തെ സംബന്ധിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു രൂപവും ഞങ്ങൾക്കില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഇവിടെ വെള്ളിനേഴിയിൽ 100 കണക്കിന് ആളുകൾ കലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കലാകാരന്മാർക്ക് ഒരു വയസ്സായി കഴിഞ്ഞാൽ ഈ കല അഭ്യസിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മുടക്കുന്ന ഒരു പിന്തിരിപ്പൻ നടപടിയാണ് DTPCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. ബന്ധപ്പെട്ട അധികാരികൾ ഇത് എത്രയും പെട്ടെന്ന് ഇതിനെപ്പറ്റി പഠിച്ച് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വല്ല ആനുകൂല്യങ്ങളും ആരെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ച് മാറ്റി ബുഡുവായത്തം പൊട്ടിക്കാൻ കുറേ ആളുകളുണ്ട് എന്നല്ലാതെ വേറെ ഒരു കാര്യം കലാകാരന്മാർക്ക് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണില്ല എന്നാണ് ഇതിൻ്റെ പരമാർത്ഥം. ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. പട്ടാമ്പി നെടുങ്ങനാട് മുത്തശ്ശിയാർക്കാവിൽ മകരച്ചൊവ്വ മഹോത്സവത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച തിരുപുറത്ത് നിവേദ്യ സമർപ്പണവും മാതൃവന്ദനവും നടത്തും. ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെടുങ്ങനാട് മുത്തശ്ശിയാർക്കാവിൽ ചൊവ്വാഴ്ച രാവിലെ 9-ന് തിരുവേഗപ്പുറത്ത് നിവേദ്യ സമർപ്പണം ആരംഭിക്കും. ശബരിമല ആറ്റുകാൽ മുൻ മേൽശാന്തി പൂന്തോട്ടം നാരായണൻ നമ്പൂതിരി ആദ്യ അടുപ്പിലേക്ക് അഗ്നി പകരും.
ക്ഷേത്രം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ആറ്റുകാൽ ദേവി ക്ഷേത്രം സഹമേൽശാന്തി നാരായണൻ നമ്പൂതിരി എന്നിവർ പങ്കെടുക്കും. 1000-ഓളം പേർക്ക് നിവേദ്യ സമർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ പൂർത്തിയായതായും സംഘാടകർ പറഞ്ഞു. 10 മണിക്ക് മാതൃവന്ദനം പരിപാടിയിൽ തട്ടകത്തെ 10 അമ്മമാരെ ആദരിക്കും. പിന്നണി ഗായിക ലതിക ചടങ്ങിൽ മുഖ്യാതിഥിയാവും. സാംസ്കാരിക സമ്മേളനം, ഭക്തിഗാന സുധയുൾപ്പെടെയുള്ള പരിപാടികളും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ NK ജനാർദ്ദൻ, VV രവീന്ദ്രനാഥ്, E കൃഷ്ണകുമാർ, A രമേശ് ബാബു, മുരളി പെരുമുടിയൂർ തുടങ്ങിയവർ സംസാരിച്ചു. മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച, 30 ചൊവ്വാഴ്ച, ആ ദിവസമാണ് നമ്മൾ മകരച്ചൊവ്വ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും അതുപോലെ ദേവീ ക്ഷേത്രങ്ങളിലും ഈ ദിവസം വളരെ വിപുലമായിട്ട് ആഘോഷിക്കാറുണ്ട്, അല്ലെങ്കിൽ ആചരിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവ്, ആ മുത്തശ്ശി തട്ടകത്തിൻ്റെ മുത്തശ്ശിയാണ്. അവിടെ കാലങ്ങളായിട്ട് ചെയ്യുന്നതാണ് തിരുപുറത്ത് നിവേദ്യം. മകരച്ചൊവ്വ ദിവസത്തിൽ ഈ കുറച്ച് കാലങ്ങളായി, ഒരു 10-15 വർഷത്തോളമായി വളരെ വിപുലമായിട്ട് തന്നെ മകരച്ചൊവ്വ ആഘോഷിച്ചു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് വിവിധ പരിപാടികളാണ് അവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. 13-ാം തീയതി മുതൽ 20-ാം തീയതി മകരച്ചൊവ്വയോട് കൂടി സമാപിക്കുന്ന ഒരു 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമായിട്ടാണ് മുത്തശ്ശിയുടെ ഈ മകരച്ചൊവ്വ ആഘോഷിച്ചു വരുന്നത്. ഈ വർഷം മകരച്ചൊവ്വയുടെ ഭാഗമായിട്ട് അതിന്റെ തിരുപുറത്ത് നിവേദ്യത്തിന് ആദ്യ അടുപ്പില് അഗ്നി പകരുന്നതിനായിട്ട് എത്തിച്ചേരുന്നത് ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തത്തോടുകൂടി നടക്കുന്ന ആറ്റുകാൽ പൊങ്കാല, ആറ്റുകാൽ ദേവിയുടെ മേൽശാന്തിയായിരുന്ന ബ്രഹ്മശ്രീ പൂന്തോട്ടപ്പാടാണ് തിരുപുറത്ത് നിവേദ്യത്തിന് ആദ്യ അടുപ്പിലേക്ക് അഗ്നി പകരുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേരുന്നത്. അദ്ദേഹത്തോടൊപ്പം നിലവിലെ സഹമേൽശാന്തിയായിട്ടുള്ള നാരായണൻ നമ്പൂതിരി കൂടെ നമ്മുടെ ക്ഷേത്രത്തില് ഈ പരിപാടിയോട് അനുബന്ധിച്ച് എത്തിച്ചേരുന്നുണ്ട്. നമ്മുടെ ക്ഷേത്രം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ആദ്യ അടുപ്പിലേക്ക് ഇവരായിരിക്കും അഗ്നി പകരുന്നത്. അതോടൊപ്പം തന്നെ അതിനുശേഷം നടക്കുന്ന പ്രത്യക്ഷ മാതൃപൂജ, മാതൃവന്ദനം എന്ന പരിപാടി, അതിൽ വിശിഷ്ടാതിഥിയായിട്ട് എത്തിച്ചേരുന്നത് പ്രശസ്ത പിന്നണി ഗായികയായിട്ടുള്ള ശ്രീമതി ലതിക അമ്മയാണ് ഈ പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ട് എത്തിച്ചേരുന്നത്. തട്ടകത്തെ 5 ദേശങ്ങളിൽ നിന്നായി 2 മുത്തശ്ശിമാർ വീതം 10 മുത്തശ്ശിമാരെയും വിശിഷ്ടാതിഥിയായി എത്തുന്ന ലതിക അമ്മയടക്കം 11 പേര്, 11 മുത്തശ്ശിമാരെ പ്രത്യക്ഷ മാതൃപൂജയിലൂടെ ക്ഷേത്രം തന്ത്രി പൂജ ചെയ്യും. മുളയൻകാവ് നീലുകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നുവന്ന ശുദ്ധികലശ ചടങ്ങുകൾ സമാപിച്ചു. ക്ഷേത്രം തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഞായറാഴ്ച മഹാഗണപതി ഹോമം, ഉഷപൂജ, ഉപദേവതകൾക്ക് വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. ആചാര്യവരണം, ഗണപതി പൂജ, പ്രസാദശുദ്ധി, വാസ്തുഹോമം, വാസ്തുബലി എന്നിവയും ഉണ്ടായി. പ്രസാദ ഊട്ടും ഉണ്ടായി. നിരവധി ഭക്തരാണ് 3 ദിവസത്തെ ചടങ്ങുകളിൽ പങ്കെടുത്തത്. മാരായമംഗലം കുളപ്പട സുബ്രഹ്മണ്യസ്വാമി കോവിലിലെ തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് ലോഗോ പ്രകാശനം ചെയ്തു. കോവിൽ പൂജാരി നാരായണൻ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രന് ലോഗോ കൈമാറി. പ്രകാശന കർമ്മം നിർവഹിച്ചു. ജനുവരി 30, 31 തീയതികളിലാണ് തൈപ്പൂയ മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നത്. ശ്രീകൃഷ്ണപുരം മാവുള്ളിപ്പറമ്പ് അയ്യപ്പ ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു. എഴുന്നള്ളിപ്പ്, മേളം, കലാമണ്ഡലം വിഷ്ണുഗുപ്ത അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ, കലാമണ്ഡലം രഘു, സദനം ജിതിൻ എന്നിവരുടെ ഇരട്ട തായമ്പക, എഴുന്നള്ളിപ്പ് എന്നിവ നടത്തി. രാവിലെ ഉദയാസ്തമന പൂജ, പൂമൂടൽ, ഉച്ചയ്ക്ക് പ്രസാദൂട്ട് എന്നിവയും നടന്നു. കാട്ടിൽ നടന്നു തിരഞ്ഞു തിരഞ്ഞൊരു കൂട്ടിലുമവനെ. പ്രധാന വാർത്തകൾ വീണ്ടും.
ജില്ലയിൽ മഞ്ഞപ്പിത്തം വ്യാപകമായി പടരുന്നു. ജാഗ്രത പാലിക്കാൻ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി പഞ്ചായത്തുകൾ. നവീകരണത്തിനായി പൊളിച്ച മണ്ണാർക്കാട് നെച്ചുള്ളി ആവണക്കുന്ന് റോഡ് പ്രവൃത്തി മുടങ്ങിയിട്ട് 1 മാസം. അടിയന്തരമായി പ്രവൃത്തി പൂർത്തിയാക്കണമെന്ന് പ്രദേശവാസികൾ. അലനല്ലൂർ കോട്ടോപ്പാടം ടൗണുകൾ സൗന്ദര്യവൽക്കരിക്കുമെന്ന് എൻ ഷംസുദ്ദീൻ MLA. മലയോര ഹൈവേ നിർമ്മാണത്തിന് ശേഷം പ്രവൃത്തികൾ ആരംഭിക്കുമെന്നും MLA. കസാഖിസ്ഥാനിൽ വാഹനാപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥിനി മിലി മോഹന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. വീട്ടിലെ പൊതുദർശനത്തിനു ശേഷം ഐവർ മഠത്തിൽ സംസ്കരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.